താൻ സഭയോടൊപ്പമാണെന്ന് പറയുകയും അതേസമയം സിനഡിന്റെ സ്ട്രക്ചറൽ ഒബ്സ്റ്റിനസിയെ മാത്രമാണ് എതിർക്കുന്നത് എന്നുമുള്ള ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ പരാമർശത്തിന് മറുപടി നൽകി ബിഷപ്പ് മാർ തോമസ് തറയിൽ. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആദരണീയനായ ന്യായാധിപരാണ്. സഭയോടൊപ്പമാണെന്ന് പറയുന്ന അദ്ദേഹം സിനഡിന്റെ സ്ട്രക്ചറൽ ഒബ്സ്റ്റിനസിയെ മാത്രമാണ് എതിർക്കുന്നത് എന്ന് പറയുന്ന ഒരു വീഡിയോ കാണാൻ ഇടയായി. ആരാധനാക്രമപരമായ അനൈക്യം മൂലം ദുർബലമാകുന്ന ഒരു സഭയെ ഒന്നിപ്പിക്കാനായി എല്ലാ രൂപതകളും അദ്ദേഹം പറയുന്ന സ്ട്രക്ചറൽ ഒബ്സ്റ്റിനസി ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോഴാണ് ഏകീകൃത കുർബാനക്രമം രൂപപ്പെട്ടത് എന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് മാത്രമേ ഇനിയും ചെയ്യൂ. മാർപ്പാപ്പ പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറയുന്നതല്ലേ സർ സ്ട്രക്ചറൽ ഒബ്സ്റ്റിനസി? സഭയിൽ മുഴുവൻ ഐക്യം കൊണ്ടുവരാനായി ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യാൻ കൂടെയുള്ളവരോട് പറയുന്നതല്ലേ സർ ക്രിസ്തീയത? ഒരു രൂപതയുടെ പ്രാദേശിക വികാരത്തെക്കാൾ വലുതല്ലേ സർ സഭയുടെ മുഴുവൻ മാനവും ഐക്യവും? സിനഡ് എല്ലാ രൂപതകളോടും ഒരേ കാര്യമാണ് ആവശ്യപ്പെട്ടത്. എല്ലാവരും അതനുസരിച്ചത് സഭയോടുള്ള വിധേയത്വത്തെ പ്രതിയാണ്. അതാണ് ദൈവികം എന്ന് പരിശുദ്ധ പിതാവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാരെയും മുറിപ്പെടുത്താൻ എഴുതിയതല്ല, തെറ്റിദ്ധാരണകൾ പരക്കാതിരിക്കാൻ മാത്രമാണെന്ന വാക്കുകളോടെയാണ് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.